ഹായ്. മുടി കൊഴിച്ചിൽ മാറാനും താരൻ മാറാനും അകാലനര തടയാനും അതുപോലെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും മുടി നല്ല നീളത്തിൽ വളരാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഹെയർ ഓയിലാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. പ്രസവശേഷമുള്ള മുടി കൊഴിച്ചിൽ മാറാനൊക്കെ ഇത് വളരെയധികം നല്ലതാണ്. ഇനി നമ്മൾ ഈ എണ്ണ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ആദ്യം പറിച്ചെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തുളസിയിലയാണ് പറിച്ചെടുക്കുന്നത്. ആദ്യം തുളസിയില നല്ല മുടി വളർച്ച ഉണ്ടാകാനും താരൻ മാറാനും ഒക്കെ വളരെയധികം നല്ലതാണ്. പെൻഷനിൽ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ അത് വളരെയധികം പെൻഷനിൽ മാറാനൊക്കെ സഹായിക്കും. ഞാൻ ഹണി. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളിത് മുഴുവൻ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടത് ഒരു 7 അല്ലെങ്കിൽ 8 ചെമ്പരത്തി പൂക്കളും അതുപോലെ തന്നെ ഒരു 6 ചെമ്പരത്തിയുടെ അധികം മൂക്കാത്ത ഇലകളുമാണ്. ഇതെല്ലാം പറിച്ചെടുത്ത് നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ. ഇനി നിങ്ങൾ ഈ ഒരു ചെമ്പരത്തി പൂവോ കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ചെമ്പരത്തി പൂവ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു 150 ml എണ്ണയാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇത്ര അളവിലെടുത്തിരിക്കുന്നത്, ഈ ഒരു അളവ് എടുത്തിരിക്കുന്നത്. നിങ്ങളിപ്പം ഇതിൽ കൂടുതൽ അല്ലെങ്കിൽ കുറവാണ് തയ്യാറാക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് ഇതിൽ ചേർക്കുന്ന ചേരുവയ്ക്ക് മാറ്റം വരുത്താവുന്നതാണ്. ഇത് കൊച്ചു കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എണ്ണയാണ്. കഫക്കെട്ടുള്ളവർക്ക് അല്ലെങ്കിൽ നീർക്കെട്ടി അതായത് നീരിളക്കത്തിൻ്റെ പ്രശ്നമുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇത് ഉപയോഗിക്കാൻ പറ്റും. യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവത്തില്ല. ധൈര്യമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 1-2 ഇൻഗ്രീഡിയൻസ് കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഈ എണ്ണയ്ക്ക് വേണ്ടത് കയ്യൂന്നി അഥവാ ഭൃംഗരാജാണ്. അതും ഞാൻ പറിച്ചെടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ. ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടത് റോസ്മേരിയുടെ കുറച്ച് ലീവ്സ് ആണ്. അത് ഞാൻ നമ്മുടെ റോസ്മേരി ചെടിയിൽ നിന്നാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് കടയിൽ നിന്ന് മേടിക്കുന്നതാണ് ഉള്ളതെങ്കിൽ എണ്ണ കാച്ചി വെച്ചതിന് ശേഷം ഡ്രൈ ലീവ്സ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ പറിച്ചെടുത്തിരിക്കുന്ന കയ്യൂന്നിയുടെ തണ്ടൊക്കെ നന്നായിട്ട് കഴുകിയെടുത്തിട്ട് തണ്ടോടുകൂടി തന്നെ ഇതുപോലെ മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 6 അല്ലി ചുമന്നുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകിയെടുത്താണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ ചെമ്പരത്തി പൂവിൻ്റെ പൂമ്പൊടിയുള്ള ഭാഗം മാറ്റിയതിന് ശേഷം മാത്രം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ ചെമ്പരത്തി ഇല നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചെമ്പരത്തി പൂ എടുക്കുമ്പോൾ എപ്പോഴും പൂമ്പൊടിയുള്ള ഭാഗം മാറ്റാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അടുത്തായിട്ട് നമ്മുടെ തുളസിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. തുളസിയില എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കുറച്ച് തുളസിയില എടുത്ത് നമ്മൾ പറിച്ചെടുത്തതിൻ്റെ പകുതിയാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ബാക്കി മാറ്റി വെക്കണം. എന്തിനാണെന്ന് ഞാൻ വഴിയെ പറഞ്ഞു തരാം. നിങ്ങൾ ദയവായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക, എന്നാലേ പൂർണ്ണമായിട്ട് മനസ്സിലാവത്തുള്ളൂ. ഇനി നമ്മുടെ റോസ്മേരിയുടെ ലീവ്സും നമ്മൾ ഇതുപോലെ മാറ്റി വെച്ചിട്ടുണ്ട്. ഡ്രൈ ലീവ്സ് ആണെങ്കിൽ നിങ്ങൾ എണ്ണ തയ്യാറാക്കി വാങ്ങി മാറ്റി വെച്ചതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ എണ്ണയിലോട്ട് വേണ്ടത് 1 സ്പൂൺ അളവിൽ കുരുമുളകാണ്. അതാണെങ്കിൽ കഫക്കെട്ട് അല്ലെങ്കിൽ നീരിളക്കമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഈ എണ്ണ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് കഫക്കെട്ടൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടും മുടി വളരാൻ വേണ്ടിയിട്ടുമാണ്. ഇനി എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു 3/4 സ്പൂൺ അളവിൽ. അതുപോലെ നമ്മൾ ഉലുവ 1 സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് നല്ല മുടി വളർച്ച ഉണ്ടാവാനും താരൻ മാറാനും ഒക്കെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. ഇനിയിപ്പം ഞാൻ ആദ്യം മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തിരിക്കുന്നത്. അതിൽ അരയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയത് കൊണ്ട് ഞാൻ കുറച്ച് വലിയ ജാർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം നന്നായിട്ട് അരച്ചെടുക്കണം. നമ്മുടെ ഉലുവയും കുരുമുളകും ഒക്കെ ആണെങ്കിൽ അത് മൂന്നും കൂടി നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം വേണം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട്. അത് ഞാനൊരു അരിപ്പയിലിട്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളധികം വെള്ളം ചേർത്ത് അരയ്ക്കേണ്ട ആവശ്യമില്ല. നമുക്കിതൊന്ന് ചതച്ചെടുത്താൽ മതിയാവും. വെള്ളം മാക്സിമം ചേർക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ ചേർക്കാണ്ട് അരയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാവുന്നതാണ്. കല്ലിൽ വെച്ച് അരയ്ക്കാൻ പറ്റുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. എനിക്കിപ്പോൾ കല്ലിൽ വെച്ച് അരയ്ക്കാനായിട്ട് സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുന്നത്. നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിതൊരു ചീനിച്ചട്ടിയിലോട്ട് മാറ്റാവുന്നതാണ്. എൻ്റെ അടുത്തിപ്പോൾ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി ചെറുതായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ചീനിച്ചട്ടി എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി ഉണ്ടെങ്കിൽ ഇത് ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയിൽ ഇട്ട് കാച്ചിയെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അരച്ച് വെച്ചിരിക്കുന്നതെല്ലാം ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചീനിച്ചട്ടിയിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഇതിലോട്ട് ആവശ്യത്തിന് എണ്ണ കൂടി ഒഴിച്ചിട്ടാണ് ഫ്ലെയിം വെക്കുന്നത്, അതായത് തീ കത്തിക്കുന്നത്. തീ കത്തിച്ചതിന് ശേഷം എപ്പോഴും ലോ ഫ്ലെയിമിലിട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഒരു 150 ml എണ്ണ ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ചീനച്ചട്ടിയിലോട്ട്. ഇനി നമുക്ക്
ലോ ഫ്ലെയിമിലിട്ട് ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നിങ്ങൾ ഇളക്കി കൊടുത്ത് ഒന്ന് കാച്ചിയെടുക്കുക. ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന തുളസിയില ഇതുപോലെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അധികം എണ്ണ ചൂടാവേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ചൂട് പിടിച്ച് വരുമ്പോഴേക്കും നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന തുളസിയില ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പച്ചെണ്ണ തയ്യാറാക്കുമ്പം ഇതിൽ അരച്ച് ചേർത്തിരിക്കുന്നതിൻ്റെ പാകം ഏകദേശം ഒരു മണൽ പരുവാണ്. നമ്മുടെ ഈ തുളസിയില മൂത്ത് വരുന്നതാണ് എണ്ണയുടെ പാകം. നിങ്ങൾ ഒരിക്കലും കരിഞ്ഞു പോകാതെ അടിയിൽ പിടിക്കാണ്ടും ഇളക്കി കൊടുത്തിട്ട് എണ്ണ തയ്യാറാക്കി എടുക്കുക. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഒട്ടും ഗുണം ഉണ്ടാവത്തില്ല. അതുകൊണ്ട് എണ്ണ മൂക്കാണ്ട് വാങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കേടായി പോവുകയും ചെയ്യും. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഗുണം കിട്ടത്തില്ല. കറക്റ്റ് പാകം നോക്കി മാത്രം നിങ്ങൾ തയ്യാറാക്കി എടുക്കുക. നമ്മുടെ എണ്ണ ഏകദേശം മൂത്ത് വരുന്നുണ്ട്. നമുക്കിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന റോസ്മേരിയുടെ ലീവ്സ് എണ്ണ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങളിപ്പോൾ ഡ്രൈ ലീവ്സ് ആണ് എടുത്തിരിക്കുന്നതെങ്കിൽ കുറച്ചുകൂടി എണ്ണയുടെ ചൂടാറിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. അതായത് ഒരു ചെറു ചൂടോടെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വേറൊരു പാത്രത്തിലോട്ട് അന്നേരം തന്നെ മാറ്റിയിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ റോസ്മേരി ലീവ്സ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഡ്രൈ ലീവ്സ് ആണെങ്കിൽ ഒരു എണ്ണ ഒന്ന് പാകമായി തണുത്ത് വന്നതിന് ശേഷം മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഈ എണ്ണ നമ്മൾ 2-3 ദിവസം ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെച്ചതിന് ശേഷം ഒരു 3-ാമത്തെ ദിവസം നമുക്കിത് അരിച്ച് മാറ്റാവുന്നതാണ്. ഒരു 3 ദിവസം ഇതുപോലെ തന്നെ സ്റ്റോർ ചെയ്യുക. ഒരു 3-ാമത്തെ ദിവസം എടുത്തിട്ട് ഇതുപോലൊരു കോട്ടൺ തുണി ഉപയോഗിച്ച് ഇത് അരിച്ചെടുക്കാവുന്നതാണ്. അരിച്ചെടുത്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. നമ്മുടെ എണ്ണ ഇനി ഒരു വർഷം ഇരുന്നാൽ കൂടെ ഈ എണ്ണ കേടാവത്തില്ല. ഇതിൻ്റെ ഒരു കളറൊക്കെ കണ്ട നല്ലൊരു പച്ച കളറിലാണ് നമുക്ക് ഈ എണ്ണ കിട്ടിയിരിക്കുന്നത്. ഈ ഒരു എണ്ണ നിങ്ങൾക്ക് കഫക്കെട്ടുള്ളവർക്കോ അല്ലെങ്കിൽ എന്ത് മുടിയുടെ പ്രശ്നം ആയിക്കോട്ടെ അവർക്കൊക്കെ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. കഫക്കെട്ടിനും വളരെ നല്ലതാണ് ഈ ഒരു എണ്ണ. നിങ്ങളെല്ലാവരും ഈ എണ്ണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം റിസൾട്ട് കമൻറ്റ് ചെയ്യാനും അതുപോലെ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റ.